നമസ്കാരം. ലോക്സഭാ തെരഞ്ഞെടുപ്പ് പരാജയത്തിൽ പാർട്ടിയുടെ അടിത്തറ തകർന്നുപോയി എന്ന വിലയിരുത്തലാണ് CPM സംസ്ഥാന കമ്മിറ്റി അംഗീകരിച്ച അവലോകനത്തിലൂടെ മനസ്സിലാക്കിയിരിക്കുന്ന വസ്തുത. ബി.ജെ.പിക്ക് സ്വാധീനമില്ലാത്ത മേഖലകളിൽ പോലും CPMന് കിട്ടേണ്ട വോട്ടുകൾ ബി.ജെ.പിയിലേക്ക് ഒഴുകുന്ന സാഹചര്യമാണ് ഉണ്ടായത്. ഇതൊരു സാധാരണ തെരഞ്ഞെടുപ്പ് പരാജയമല്ല. അടിത്തറ ഇളക്കുന്ന തരത്തിലുള്ള പരാജയമാണ് CPMന് സംഭവിച്ചിരിക്കുന്നത്. ഒന്ന് ആലോചിച്ച് നോക്കിക്കേ, ബി.ജെ.പിക്ക് ബൂത്ത് ഏജന്റുമാർ പോലും ഇല്ലാതിരുന്ന മണ്ഡലങ്ങളിൽ പോലും ബി.ജെ.പിയുടെ വോട്ട് കൂടി എന്നുള്ളതാണ് അത്ഭുതപ്പെടുത്തുന്ന ഒരു കാര്യം. ഇതിലെന്തോ അട്ടിമറി നടന്നിട്ടുണ്ടോ എന്നുള്ളത് സംശയകരമായ ഒരു കാര്യമാണ്. അതായത് ബി.ജെ.പി വലുതായിട്ടൊന്നും പ്രവർത്തിക്കാതെ തന്നെ വോട്ടുകൾ സംഘപരിവാറിലേക്ക് ചോർന്നു എന്നുള്ളതാണ് എടുത്തു പറയേണ്ട ഒരു കാര്യം. ബി.ജെ.പിക്ക് ഉണ്ടായ അഭിവൃദ്ധി തടയാനുള്ള പ്രവർത്തനങ്ങൾക്ക് പ്രഥമ പരിഗണന നൽകണമെന്നുള്ളതും CPMന്റെ ഈ അവലോകനത്തിൽ സൂചിപ്പിക്കുന്നുണ്ട്. കേരളത്തിൽ ഒരു സീറ്റ് മാത്രമാണ് LDFന് ഇപ്രാവശ്യം കരസ്ഥമാക്കാൻ കഴിഞ്ഞത്. ശരിയാണ്, ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പാർട്ടിയുടെ പ്രകടനം വിഷമിപ്പിക്കുന്നത് തന്നെയാണ്. എന്നിരുന്നാലും LDFനുണ്ടായ ആ പരാജയത്തെ അവർ അളന്നു മനസ്സിലാക്കി ശക്തിയോടെ വീണ്ടും കേരളത്തിൽ സജീവമാകുമെന്നുള്ള ആത്മവിശ്വാസം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കുണ്ട്. LDFന് സംഭവിച്ച തെറ്റ് തിരുത്തൽ നടപടിയുമായി മുന്നോട്ട് പോകുമെന്നും CPM കേന്ദ്ര കമ്മിറ്റി യോഗത്തിന് ശേഷം ഇറക്കിയ വാർത്താക്കുറിപ്പിൽ വ്യക്തമാക്കിയിട്ടുണ്ടായിരുന്നു. നടന്ന യോഗത്തിൽ തെരഞ്ഞെടുപ്പിലെ പ്രകടനം ശരിക്കും വിമർശനാത്മകമായി തന്നെ വിലയിരുത്താൻ കഴിഞ്ഞുവെന്നും പാർട്ടിക്കുള്ളിലെ ചില പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാനും യോഗം തീരുമാനിച്ചു. ഇടതുപക്ഷത്തെ ജനപക്ഷത്ത് നിന്നുകൊണ്ടും തന്നെ ശക്തിപ്പെടുത്താനുള്ള പ്രവർത്തനങ്ങളുമായി സംസ്ഥാന ഘടകങ്ങൾ ഉടൻ മുന്നോട്ട് പോകുമെന്നും കേന്ദ്ര കമ്മിറ്റിയും വ്യക്തമാക്കിയിട്ടുണ്ടായിരുന്നു. ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷമാണ് കേരളത്തിൽ പരാജയപ്പെട്ട പാർട്ടിയുടെ അടിത്തറ തകർന്നുപോയെന്ന് CPM സംസ്ഥാന കമ്മിറ്റി അംഗീകരിച്ച അവലോകന റിപ്പോർട്ടിലുള്ള പ്രധാന പരാമർശം. കേരളത്തിൽ LDF പരാജയപ്പെട്ടെങ്കിലും ഇവിടെ എടുത്തു പറയേണ്ടുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം, കേന്ദ്ര സർക്കാരിനെതിരെ മതനിരപേക്ഷ ശക്തികൾക്കെതിരെയും അണിനിരത്തുന്നതിൽ CPM വലിയ പങ്ക് വഹിച്ചു എന്നുള്ളതാണ്. ഇത് പ്രതിപക്ഷ സഖ്യമായ ഇന്ത്യ മുന്നണിയെ കൂടുതൽ ശക്തിപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട്. ഈ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷം 52 സീറ്റിലാണ് മത്സരിച്ചത്. കേരളം, രാജസ്ഥാൻ എന്നീ സംസ്ഥാനങ്ങളിൽ നിന്നും ഓരോ സീറ്റും, തമിഴ്നാട്ടിൽ നിന്ന് 2 സീറ്റുമാണ് CPMന് ഇപ്രാവശ്യം കരസ്ഥമാക്കാൻ കഴിഞ്ഞത്. എന്തായാലും മത്സരിച്ച സീറ്റുകളിലെ പ്രകടനങ്ങളെല്ലാം പാർട്ടി വിലയിരുത്തും. ആവശ്യം വന്നാൽ ഒരു ആത്മപരിശോധനയും മുന്നണി നടത്തുന്നതായിരിക്കും. ബി.ജെ.പിയുടെ കാര്യം പരിശോധിച്ചു നോക്കുകയാണെങ്കിൽ ഈ തെരഞ്ഞെടുപ്പിൽ ബി.ജെ.പിക്ക് കാത്തുവെച്ചത് കനത്ത തിരിച്ചടിയാണ്. ഫലം പുറത്തു വന്ന ശേഷവും ബി.ജെ.പി വർഗീയ ധ്രുവീകരണത്തിനാണ് പ്രഥമ പരിഗണന നൽകുന്നത്. ഇത്തരം മോശമായ ശ്രമങ്ങൾക്കെതിരെ പാർട്ടി ഘടകങ്ങൾ ശരിക്കും ജാഗ്രത പുലർത്തേണ്ടതുണ്ട്. ഇത്തരം കാര്യങ്ങളിൽ പാർട്ടി മുൻകൈയെടുത്ത് പ്രതിഷേധ പരിപാടികൾ സംഘടിപ്പിക്കുക തന്നെ ചെയ്യണം. അതിലൂടെ നമ്മുടെ രാജ്യത്തെ മതനിരപേക്ഷ സംരക്ഷിക്കപ്പെടുക തന്നെ ചെയ്യും. അന്വേഷണ ഏജൻസികളെ ഉപയോഗിച്ച് പ്രതിപക്ഷ നേതാക്കളെ വേട്ടയാടുന്നതിനെതിരെ മതേതര പാർട്ടികളെ ചേർത്തുപിടിച്ച് ഒരുമിച്ച് പോരാടണമെന്നും കേന്ദ്ര കമ്മിറ്റി തുറന്നടിച്ചു. ഇതിനിടയിൽ തന്നെ പാർട്ടിയിലെ തെരഞ്ഞെടുപ്പ് പ്രകടനം എങ്ങനെയാണെന്ന് വിലയിരുത്താൻ പ്രാദേശിക ഘടകങ്ങളുടെ യോഗം ഇന്ന് സംസ്ഥാനത്ത് ആരംഭിക്കുകയും ചെയ്യും.